നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ നിലപാടിൽ മാറ്റം വരുത്താതെ ക്രൈസ്തവ സഭകൾ. കന്യാസ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ ശിരോവസ്ത്രത്തെക്കുറിച്ച് മന്ത്രി പരാമർശം നടത്തിയതാണ് സഭകളെ പ്രകോപിപ്പിച്ചത്. മന്ത്രി മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഹിജാബ് ഇടാൻ കുട്ടിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊപ്പമായിരിക്കും സർക്കാരിന്റെ നിലപാട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ. സ്കൂളിനെതിരായ ലീഗിന്റെ നിലപാട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു. നിലപാട് പറയാനാവാതെ കോൺഗ്രസ്. ഹിജാബ് വിഷയത്തിൽ പിടിവാശി ആർക്കൊക്കെ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ഡോക്ടർ ബി ജയരാജ്, ശ്രീ ആരിഫ് ഹുസൈൻ, ഫാദർ ജോഷി മയ്യാറ്റിൽ, ശ്രീ സനു പട്ടിമറ്റം SDPIയുടെ പ്രതിനിധി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ നിലപാട് ഇപ്പോഴും സഭകൾക്കുണ്ടോ? അദ്ദേഹം ശ്രീ ആരിഫ് ഹുസൈൻ, ഫാദർ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രത്തെക്കുറിച്ച് നടത്തിയ പരാമർശം അതാണല്ലോ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളെ പ്രകോപിപ്പിച്ചത്. ആ നിലപാട് ഇപ്പോഴുമുണ്ടോ? നോക്കൂ, വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അത് ഏതെങ്കിലും കത്തോലിക്ക പ്രസ്ഥാനങ്ങളെ ചൊടിപ്പിച്ചു എന്നതിനപ്പുറത്ത് കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാവരെയും അത് വളരെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. എന്തിനാണ് കേരളത്തിലെ ഒരു മുഖ്യ ചുമതല, വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്തിനാണ് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിൻസിപ്പലിന്റെ സന്യാസ വസ്ത്രത്തെ, സമർപ്പിത വസ്ത്രത്തെ ഇതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത് എന്ന് അത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കുറെ നാൾ മുൻപ്, 2-3 ദിവസം മുൻപൊക്കെ ചില തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടേതായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്ന അതേ വാക്കുകൾ കേരളത്തിലെ ഉത്തരവാദിത്വപ്പെട്ട ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങള് ക്രൈസ്തവ സമൂഹം അത് വളരെ ഞങ്ങളെ വല്ലാതെ വിഷമത്തിലാഴ്ത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ഒരു വിദ്യാഭ്യാസ മന്ത്രി, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു നിയമപരമായ വിഷയമാണ്. ആ സ്കൂള് എപ്പോഴും എടുത്തുള്ള ഒരൊറ്റ കാര്യമുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നുള്ള ഒരൊറ്റ കാര്യം, ആ ഒരേ ഒരു കാര്യം, അതാണ് ആ സ്കൂൾ ഹോൾഡ് ചെയ്യുന്നത്. കാരണം മാനേജ്മെന്റിന് തങ്ങളുടെ റൈറ്റ് അത് നിലനിർത്താനായിട്ട് തീർച്ചയായും തീർച്ചയായിട്ടും അതിനുവേണ്ടി നിലകൊള്ളുമല്ലോ. എന്താ സംശയം? അത് ശരിയാണ്. പക്ഷെ അതിനും അപ്പുറത്തായിട്ട് അല്ല, എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകവുമാണ്. എല്ലാ സ്കൂളും അങ്ങനെ അവരുടെ അവകാശം നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചാൽ ഇത് പല സ്കൂളുകളിലും ഇത് ആവർത്തിക്കപ്പെടും. പക്ഷെ അത് മന്ത്രി ചോദിച്ചു ഇത്രയേ ഉള്ളൂ, ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ പോയി കൂടെ? അത് അനുവദിച്ചാൽ അനുവദിച്ചെന്ന് വെച്ച് ഈ നിയമത്തെ മറികടക്കുന്നു എന്നുള്ളതില്ല. കാരണം അവരുടെ അവകാശം വേണമെങ്കിൽ അവർക്ക് വേണ്ടെന്ന് വെക്കാം, അങ്ങനെയും ആകാമല്ലോ. അതിന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ചിട്ട, ഒരു ചട്ടം, ഒരു നിയമം, ഇത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതല്ലേ. അല്ല, അതൊരു പിടിവാശി കൂടിയല്ലേ ഫാദർ? അതൊരു പിടിവാശി കൂടിയല്ലേ? പറ്റില്ല. അല്ല, ഒരു കൂട്ടര് ഇടിച്ചു കയറി വന്നിട്ട്, ഇരമ്പി കയറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല മഞ്ജുഷേ. അങ്ങനെയുള്ള ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല മഞ്ജുഷേ. അത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായാലും കൊള്ളാം, ഇവിടെയുള്ള ഭീകരവാദികളായാലും കൊള്ളാം, ഇവിടെയുള്ള ആരായാലും കൊള്ളാം, അതിന് മനസ്സില്ല മഞ്ജുഷേ. കാരണം ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാവരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും നല്ല അവബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത്, ഇങ്ങനെ ഇതുപോലെ അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും പല രീതികളിൽ വ്യാജമായ നോട്ടീസ് കൊടുത്തും
ഒക്കെ എന്താ ഈ കാണുന്നത്? കേരളത്തിൽ എന്താ കാണുന്നത്? ഇപ്പോൾ ആ വാർത്താ ബഹുമാനപ്പെട്ട സമ്മേളനം സിസ്റ്റേഴ്സ്, നടത്തിയ പ്രിൻസിപ്പലിന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം, അധിക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ഭ്രാന്താലയമാണ്. ഇത് വളരെ ക്ലിയർ ആണ്. ഇതാണ് ഭ്രാന്താലയം, ഇതാണ് ഭ്രാന്താലയം. ഒരു ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാനേജറും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പലും അവരുടെ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ എല്ലാ ചട്ടങ്ങളും കൃത്യമായി പാലിച്ച് ഭംഗിയായി സ്കൂൾ നടത്തി കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആരോ ഒരു കൂട്ടര് എന്തോ പ്രത്യേകമായ ദുഷ്ടലാക്കോടുകൂടി തന്നെ അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് ഒരു വേഷം കെട്ടിക്കൽ നടത്തിയിട്ട് പിന്നെ ഇരമ്പിക്കേറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ നാടകം കളിച്ചിട്ട് പിന്നെ DEO ഓഫീസിൽ നിന്ന് വ്യാജമായ രീതികളിലുള്ള നോട്ടീസ് വിട്ടിട്ട് പിന്നെ മന്ത്രിയുടെ അവഹേളനം കൊണ്ടൊക്കെ ഇതാണോ കേരളം? ഇതാണോ കേരളം? ശരി, ഡോക്ടർ ബി ജയരാജ്, ഒരു കൂട്ടം ആളുകൾ ഇരമ്പി കയറി വന്ന് ഇങ്ങനെ ഈ ഹിജാബ് നിർബന്ധമായും ധരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് ആ മാനേജ്മെന്റ് അവകാശത്തിന് വേണ്ടി പോരാടി. അതാണ് ഫാദർ പറയുന്നത് മറുപടി. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത്. മഞ്ജുഷ, ഇതിനെ കുറച്ചുകൂടെ അവധാനതയോടുകൂടി വൈകാരികമായിട്ട് സമീപിക്കേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. കാരണം ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എവരിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ്. റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആരും ഇവിടെ പറയുന്നില്ല. എന്താണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്? ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഒരു സഭ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരാണെങ്കിലും എടുക്കേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്താണ്? സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ ഒരു സ്പർദ്ധ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ സ്കൂളിൽ അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത്, ഇപ്പൊ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ റൈറ്റാണ്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തിരുസഭകളിൽ ഉള്ള ആളുകള് ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് ഏത് ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച് മാത്രം സംസാരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും. കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ചർച്ച അതിനുള്ളതല്ല. പ്ലീസ് മഞ്ജുഷ്, ദയവ് ചെയ്ത് ഞങ്ങൾ ഇനിയും അവഹേളിക്കരുത്. പ്ലീസ് പ്ലീസ്. ഇത് ഇത്ര വൈകാരികമായിട്ട് സമീപിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. താങ്കൾ അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പറയും. ഉദാഹരണത്തിന് യൂണിഫോം, എന്തൊരു ഇൻടോളറൻസ് ആണിത്? എന്തൊരു ഇൻടോളറൻസ് ആണ്? ഒരു പരിശുദ്ധ വേഷം ധരിച്ചുകൊണ്ട് വന്നിട്ട് ഇത്ര ഇൻടോളറന്റ് ആവാൻ കാര്യം? ഒരു ചർച്ചകൾക്ക് ചില ജനാധിപത്യ മര്യാദകളുണ്ട്. തയ്യാറാണോ താങ്കൾ? ഇപ്പോൾ താങ്കളാണ് ഇൻടോളറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? എന്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ സിഖ് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കൂടിയും അവരുടെ എല്ലാവിധ സാധനങ്ങൾ, കൃപാണ്, ടർബൻ. താങ്കളുടെ അവസരത്തിൽ ഞാൻ സംസാരിച്ചില്ലല്ലോ. താങ്കൾ ഉപദ്രവിക്കാതിരിക്കൂ, ഞാൻ സംസാരിക്കട്ടെ. ആ ഒരു ജനാധിപത്യ മര്യാദയെങ്കിലും കാണിക്കൂ. താങ്കൾ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ പറഞ്ഞ ആളല്ലേ. എങ്കിൽ ഞാൻ പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം താങ്കളുടെ കൂട്ടത്തിൽ താങ്കൾ മറുപടി പറയുക. അതായിരിക്കും മര്യാദ. ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഒരു സംവാദമാകുമ്പോൾ അത് മര്യാദയ്ക്ക്, ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ സിഖ് മതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടർബൻ 5 സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. എങ്കിൽ പിന്നെ താങ്കൾ അങ്ങ് താങ്കൾക്ക് അത്രയ്ക്ക് അങ്ങ് ഇൻടോളറന്റ് ആണ്. ഇതിനകത്ത് സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5 സാധനങ്ങളുണ്ട്. അത് ഏത് ഇന്റർനാഷണൽ എയർലൈൻസിൽ പോയാലും ഈ കടയും കൃപാണും ടർബണും ഒന്നും ആരും അഴിപ്പിക്കുന്നില്ല, ആരും പിടിക്കുന്നില്ല. ഇസ്ലാം മതത്തിൽ ഹിജാബ് വരുന്നില്ല ഡോക്ടർ ബി ജയരാജ്. അതുമായി ബന്ധപ്പെട്ടല്ല മുസ്ലിം മതപണ്ഡിതർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതും കോടതി മുൻപ് കേട്ടിട്ടുള്ളതുമാണ്. ഇസ്ലാം മതത്തിൽ അല്ലല്ല, അവരുടെ എസെൻഷ്യൽ റിലീജിയസ് ഹിജാബ് എന്നുള്ളതല്ല, ശിരോവസ്ത്രം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ശിരോവസ്ത്രം ധരിക്കണം, തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ? തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? ആരിഫ് ഹുസൈൻ അറിയാലോ, തലമുടി എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ വരുന്നില്ല. പലതവണ ചർച്ച ചെയ്തതാണ്. പറഞ്ഞുതരാം. ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ്. അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഹറാമാണ്. അപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വേർതിരിക്കാനുള്ളൊരു വേഷമാണ്. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് നമ്മളെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂവാൻസസ് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ജയരാജ് അതിലേക്കൊന്നും ഇറങ്ങാതിരിക്കണമായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാണ്. ഇവിടെ ഉയർത്തുന്ന ഒരു വാദം, ഇപ്പോൾ മഞ്ജുഷോദ് ചോദിക്കുന്ന കേട്ടു, ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത്. ഇതിന് രണ്ട് കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ ഹിജാബ് ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ ഒരു ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ഫിനോമിനൻ അല്ല. ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഇതാരാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതൃത്വത്തിൽ അവരെ അഴിച്ചുവിടുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ സംഗതി. ഇത് നിങ്ങൾക്ക് UK കാണാം, ഫ്രാൻസിൽ കാണാം, ബെൽജിയത്തിൽ കാണാം, ഡെൻമാർക്കിൽ കാണാം, എവിടെ വേണേലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. അത് ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾക്ക് സംസാരിക്കാം. എടുക്കാൻ പറ്റില്ല എന്നാണ് ജയരാജ് ആരിഫ് ഹുസൈൻ പറയുന്നതിന്റെ പരമാർത്ഥം. അതിനുള്ള മറുപടി ജയരാജ്, അത്ര നിഷ്കളങ്കമല്ല ഈ ആവശ്യം എന്നുള്ളതാണ് ആരിഫ് പറയുന്നത്. ജയരാജ്, ഞാൻ പറയട്ടെ, ഇത് കണക്കൊല്ലം ഈ ആഗോള ഇതിന്റെ ഭാഗമാണ്, റാഡിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് കുറെ നേരം കൊണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ 10 വർഷത്തോളം ഞാൻ UAE വർക്ക് ചെയ്ത ഒരാളാണ്. ഓൾമോസ്റ്റ് GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. മലേഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. മലേഷ്യയിൽ ഓൾമോസ്റ്റ് 90% മുസ്ലിം സ്ത്രീകളും ഹിജാബ് ധരിക്കുന്നവരാണ്. അവർ വർക്കിന് പോകുന്നുണ്ട്. ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ കണക്കുള്ള അടിമ സ്ത്രീകളോ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ഓരോ രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആരിഫ് ഹുസൈൻ, ഞാൻ പറയട്ടെ, സംസാരിക്കുന്ന ആളല്ലേ ഇയാള്? ആഗോള അച്ചാരം മേടിച്ചിട്ട് ആഗോളക്കാരുടെ അച്ചാരം മേടിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ? താങ്കൾക്ക് പറയാൻ അത് ഇസ്ലാം ജനിച്ചു പോയെന്ന് പറഞ്ഞ് താങ്കൾക്ക് അതിന് റൈറ്റ് ഇല്ല. താങ്കൾ അടങ്ങിയിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് എന്താണ്? ആരിഫ് ഹുസൈനെ താങ്കൾ ഞാൻ പറയാൻ അനുവദിക്കും എങ്കിൽ താങ്കൾ ഇവിടെ സംസാരിക്കും. അവസരത്തിൽ താങ്കൾ പറഞ്ഞാലേ വിദ്യാഭ്യാസ മന്ത്രി കന്യാസ്ത്രീകളെ അവഹേളിച്ചു എന്ന ഒരു നിലപാടിലേക്ക് സഭകൾ പോവുകയാണ്. അതാണ് ഫാദർ ജോഷി മയ്യാറ്റിൽ പറഞ്ഞത്. അതിനുള്ള മറുപടി പറയൂ. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ട് മഞ്ജുഷ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാണ്. നിരന്തരമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന് വ്യക്തമായ ബാക്കിംഗ് ഉണ്ട്. ഇത് ക്രിസംഗികളാണ് ഇത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം കുത്തിപ്പൊക്കുന്നത്. സമുദായത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ക്രിസംഗികളാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കാസയുടെ രൂപത്തിൽ തുടങ്ങിയതാണ്. മറ്റു പല സംഘടനകളുടെ പേരിലും ഇത് തുടങ്ങിയതാണ്. പല ആളുകൾക്കും സ്വന്തം അനുഭവം ഉണ്ടായപ്പോഴത്തേക്കും അതിൽ നിന്നൊക്കെ മാറി പറയുന്ന അവസരം കൂടെ നമ്മൾ കണ്ടതാണ്. ഡോക്ടർ ബി ജയരാജ്, അവിടെ SDPI ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല? താങ്കൾ എന്തുകൊണ്ട് SDPIയുടെ പേര് പറയുന്നില്ല ജയരാജ്? SDPIയുടെ പേര് വിട്ടുപോകുന്നു. SDPI എല്ലാ തരത്തിലുള്ള മതമൗലികവാദികളോടും ഇടതുപക്ഷത്തിന് ഒരേ സമീപനം തന്നെയാണ്. അത് SDPI ആയാലും ശരി, ആയാലും ശരി, PFI ആയാലും ശരി, ആരെയും വേറെ തട്ടിലൊന്നും കാണുന്നില്ല. ആരെയും വേറൊരു തട്ടിലും കാണുന്നില്ല. അതല്ല സാധനത്തെ എന്തോ മുന്തിയ സാധനമാണെന്ന് വരുത്തി തീർക്കുന്നു. അങ്ങനെയല്ല. ഹിജാബ് എന്ന് പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് ഇവിടെ വിധിയുള്ളതാണ്. മാത്രമല്ല ഇവിടെ അതിന്റെ കൃത്യമായ ഇസ്ലാമിക മാനമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വതന്ത്ര സ്ത്രീയെയും വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത് ജയരാജ്. ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഹിജാബിന്റെ സംഗതി വന്നപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് തിരിച്ചാ സംഭവിച്ചെന്ന് വിചാരിക്കാം. തിരിച്ചാണ് സംഭവിച്ചെന്ന് വിചാരിക്കുക. ഇവിടെ ആദ്യമായിട്ട് കാവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായിരിക്കും ഇവിടെ പറയാം? ജയരാജ് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ജയരാജ് സമ്മതിക്കുന്നില്ല. ജയരാജ് പറയട്ടെ, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ.
മഞ്ജുഷ ഇയാൾ സമ്മതിക്കുന്നില്ല. ജയരാജ് പറയൂ. തൊട്ട് ഇയാൾ കയറി ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇവിടെ ബാക്കിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണ്. നിങ്ങൾ ആദ്യം ആ മര്യാദ കാണിക്കൂ. ഇവിടെ ഇരുന്നിട്ട് പാർലമെന്ററി എന്തോ സ്ഥാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെന്താ നിങ്ങൾ സ്വയം ബാധകല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. ശരി, ജയരാജ് പറഞ്ഞു തീർക്കട്ടെ. പള്ളിയിൽ ഇയാളെ കയറ്റത്തില്ലല്ലോ, അത് വേറെ വിഷയം. പിന്നെ പള്ളിയിൽ വേണേലും കയറാലോ, വേറൊരു വിഷയം. അതവിടെ പള്ളിയിലാണല്ലോ, മസ്ജിദിലാണല്ലോ നിങ്ങൾ. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ പല രാജ്യങ്ങളിൽ ഓക്കെ അങ്ങനെങ്കിൽ അങ്ങനെ ഞാൻ അംഗീകരിച്ചു. ഞാൻ ക്രിസ്തു മതത്തിന്റെ പള്ളികളിലും പോകാറുണ്ട്, ചർച്ചകളിലും പോകാറുണ്ട്, മോസ്കുകളിലും പോകാറുണ്ട്, ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അത് വേറെ വിഷയം. അത് എന്റെ ടോളറൻസ്. അതുപോലെ താങ്കളുടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതി അത് നമുക്കറിയാം. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. ജയരാജ് പറയട്ടെ. ജയരാജ് സമയം കൊടുക്കൂ. ജയരാജ് പറയട്ടെ. ഞാൻ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ, ഈ പറഞ്ഞ കണക്കോലെ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അവിടങ്ങളിലൊന്നും ഈ തരത്തിലുള്ള ഫണ്ടമെന്റലിസം ഒന്നുമില്ല. ഈ ഫണ്ടമെന്റലിസം, ഈ പ്രപ്പോസ്ഡ് ഫണ്ടമെന്റലിസം, ഇസ്ലാമോഫോബിയ വരുത്താൻ വേണ്ടിയിട്ട് കുറെ അധികം ആളുകൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചുവട് പിടിച്ച് ഇവിടെ മതരാഷ്ട്രീയവാദികളായിട്ടുള്ള മതോദികൾ കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ക്ലച്ച് പിടിക്കത്തില്ല. അതിനെയൊക്കെ വേരോടെ പിഴുതുകളയും. ആരാണെങ്കിലും ശരി തന്നെ, അത് ക്രിസംഖി രൂപത്തിലാണെങ്കിലും ശരി തന്നെ, SDPIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, PFIയുടെ രൂപത്തിലാണെങ്കിലും ശരി തന്നെ, ഇനി ആട്ടും തോന്നലാണെങ്കിൽ ചെന്നായിട്ടുള്ള ആരിഫ് ഹുസൈന്റെ രൂപത്തിലാണെങ്കിലും കള്ള നാണയങ്ങളെല്ലാം തെളിഞ്ഞു വരും. അവരുടെ എല്ലാം ചെമ്പ് തെളിയുകയും പ്രബുദ്ധരായ കേരള ജനത ഇതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഇതിനകത്തുനിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ സംഭവത്തിൽ നിന്ന് മുതലെടുക്കാൻ ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ ആളുകളെയും ഇതിനകത്ത് എത്രമാത്രം അവർ ഈ ടോളറൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ, ആ പ്രിൻസിപ്പളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ. എല്ലാ കുട്ടികളോടും ഒരുപോലെ സംസാരിക്കേണ്ട, ഒരുപോലെ ഇടപെടേണ്ടുന്ന ഉത്തരവാദിത്വത്തിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. അവര് കോളേജിൽ പോയപ്പോ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അവരുടെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടല്ലേ പോയിക്കൊണ്ടിരുന്നത്? അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കുട്ടി ഒരു ശിരവസ്ത്രം ധരിച്ചു വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്കൂളിന്റെ എന്ത് മൂല്യമാണ് നശിക്കുന്നത്? ഈവൻ ഈ സർക്കാർ ഒരു യൂണിഫൈഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കോലെ ഈ എന്താണ് വസ്ത്രം ധരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അതൊന്നും അടിച്ചേൽപ്പിക്കുകയല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്കെടുക്കാം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ എന്തെല്ലാം ചർച്ചകളാണ് ഇവിടെ നടന്നത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടത്താൻ പറ്റില്ല, സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ്, സർക്കാർ ഇങ്ങനെ പറയുകയാണെന്ന് പറഞ്ഞ ഇക്കൂട്ടർ തന്നെയാണ് ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി എടുത്തിട്ട് ഇത്ര വലിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത്, വർഗീയ സ്പർദ്ധ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് ജനാധിപത്യ കേരള സമൂഹം തിരിച്ചറിയുന്നതിനെയും അതിനകത്ത് യാതൊരു സംശയമില്ല. ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഹിജാബിനൊപ്പമാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണം എന്ന രീതിയിലുള്ള നിലപാട് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ആ കുട്ടി TC വാങ്ങി പോകാൻ തയ്യാറായതുകൊണ്ട് പിന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന നിലപാടാണ്. പക്ഷേ ആ കുട്ടിക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാൻ പോകുമ്പോൾ ഹിജാബ് ധരിക്കണമെങ്കിൽ അതിനൊപ്പം സർക്കാർ നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ നിയമത്തിന്റെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും, പക്ഷേ സർക്കാരിൻ്റെ ഒരു ധാർമ്മികമായ പിന്തുണ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ജീവിക്കുന്ന ഒരു ഫ്രീ മാർക്കറ്റ് സൊസൈറ്റിയിലാണ്. അവിടെ നിങ്ങൾക്കൊരു ഉൽപ്പന്നം തിരഞ്ഞെടുക്കാം, ഒരു സർവീസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു പൂർണ്ണ അവകാശമുള്ള ഒരു സൊസൈറ്റിയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ കുട്ടിക്കാലത്ത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെ മാതാപിതാക്കൾ ശ്രമിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്? ഇസ്ലാമിക അന്തരീക്ഷത്തിലുള്ള ഒരു സ്കൂൾ വേണം. നോക്കിയപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൂരത്തിൽ സർക്കാർ സ്കൂൾ ഉണ്ടെങ്കിലും എന്നെ വിട്ടത് ഒരു ഇസ്ലാമിക് സ്കൂളിലേക്കാണ്. എന്താ കാരണം? അവർ തിരഞ്ഞെടുത്ത ആ സർവീസ് അത് വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നിങ്ങനെ എക്സ് ജിഹാദിയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പം ഞാൻ പറയുന്നു, ഇവിടെ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ പണ്ടേ ഉണ്ട്, മുന്നേ ഉണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യാതെ നമ്മൾ ഒരു സാധനം എടുത്തിട്ട്, നമ്മൾ ഐഫോൺ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുമോ? ഇല്ല. അപ്പം നമുക്ക് അവിടെ ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, അത് തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പാരൻസിൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. ഇനി അവിടെ രണ്ടാമത് അവിടെ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ ഒരു സ്കൂൾ യൂണിഫോം ഉണ്ട്. അവിടെ ആ യൂണിഫോം അങ്ങനെ നിഷ്കർഷിക്കാനുള്ള അവകാശം ആ മാനേജ്മെന്റിനുണ്ട്. ഇനി ആ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ സംസാരം, വലിയ പ്രസംഗമൊക്കെ നടത്തുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, നിങ്ങൾ മൈനോറിറ്റി സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളല്ലേ? കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റി ആരാണ്? അത് ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ലേ? അവരുടെ നിയമങ്ങൾക്കുള്ള പരിരക്ഷ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വേറൊരു മൈനോറിറ്റി, അവരെ മൈനോറിറ്റി എന്ന് പോലും വിളിക്കാൻ കഴിയില്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശത്തിന്റെ
ആ സാധനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേറൊരു മൈനോറിറ്റിയുടെ അവകാശത്തെ നിങ്ങൾ ഹനിക്കുന്നു. ഇത് നിങ്ങൾ നടത്തുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്. ആർട്ടിക്കിൾ 30 കൊടുക്കുന്ന വയലേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, നിങ്ങൾ മൈനോറിറ്റി സംരക്ഷകരാണ് എന്നുള്ള ആ ഒരു കെട്ട് ചമച്ച ഒരു സാധനം, ആ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ ഇവിടെ മറ്റൊരു മൈനോറിറ്റിയെ കൊന്നു കുഴിച്ചുകൊണ്ടാണ്. എന്തിന്റെ പേരിൽ? നിങ്ങളുടെ വെറും രാഷ്ട്രീയ ആ ഒരു വൈര്യത്തിന്റെ പേരിൽ അവർ ഏതോ ഒരു ഇവിടെ ആരിഫ് ഇപ്പോൾ ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നപ്പോൾ ഈ സഭയുടെ കീഴിലുള്ള ഈ സ്കൂളിലെ അധികൃതർക്ക് തോന്നിയത് പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളൊരു ഭയപ്പാട് അതാണ് ഉണ്ടായത്. പക്ഷെ അത് പിന്നീട് അത് ലോപിച്ച് അങ്ങനെയല്ല എന്ന രീതിയിലേക്ക് പോലും വന്നിട്ടുണ്ടല്ലോ. അത് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ വരണമെന്ന്. പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇപ്പോൾ വലിയൊരു ബാക്കപ്പ് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ പിന്മാറില്ലായിരുന്നു. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്തേനെ. അവിടെ അതുണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഇത്തരം തീവ്രവാദ കൂട്ടങ്ങൾ അവർ വെക്കുന്ന അജണ്ടകളുടെ ഇരകളായിട്ട് മാറുന്നത്, ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് സാധാരണ മുസ്ലിങ്ങളാണ്. ഇത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഈ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അവർ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അവർ കൊടുക്കുന്ന ആ ഒരു ട്രാപ്പിലേക്ക് ഇവർ വീഴുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു നീജർ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ചില ചിന്തകളൊക്കെ പറയും. അതിന്റെ പേരിലാണ് അവർ അതിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാവുന്നത്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇവിടെ കാണുന്നത് എന്താണ്? ഇവിടെ അങ്ങനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുഴുവൻ വെള്ളരിപ്രാവായിട്ട് മാറാണ്. SDPI പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ഇതിനകത്ത് കുത്തിത്തിരിപ്പിൽ ഒരു പങ്കുമില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രശ്നം ഇങ്ങനെ ഉണ്ടായതിന് പകരം ഇത് കാവിത്തുണി അണിയാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വലിയ പ്രശ്നമായി മാറിയത്. അത് നിഷേധിക്കുന്ന അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക? ഇത് ഹൈന്ദവവൽക്കരണം, ഹിന്ദുത്വ തീവ്രവാദം, ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾ പറയാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല? അതും ഇതുപോലെ ഒരു പ്രസിഡന്റ് ഉള്ള സംഗതി. ആഗോളതലത്തിൽ യൂറോപ്പിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഹിജാബ് ആക്ടിവിസം നമ്മൾ വളരെ ജിഹാദി ആക്ടിവിസം ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറയാൻ കഴിയുന്നില്ല? ഒരു കാര്യം, ഇപ്പോൾ സനൂപ് കൂടി ചേരുന്നുണ്ട്. സനൂപ് SDPയുടെ പ്രതിനിധിയാണ്. സനൂപ്, SDPയുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നോ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയും ആവശ്യമായിരുന്നു എന്ന ഒരു രീതിയിലേക്ക് വരാൻ പറ്റാത്തത്? കാരണം SDPI അതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഈ സ്കൂൾ മാനേജ്മെന്റ് വേണ്ട, ഇങ്ങനെ ഒരു അനുവാദം കൊടുക്കേണ്ട എന്ന രീതിയിലേക്ക് വന്നത് എന്ന് പോലും ഉണ്ടല്ലോ. സനൂപ് കേൾക്കാമോ? ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. പറഞ്ഞോളൂ. നിലവില് ഞാൻ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം SDPI ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്ത് വ്യവസ്ഥാപിതമായി ഇന്ത്യൻ ഭരണഘടനയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. SDPI ഒരിക്കലും ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടാൻ പാർട്ടി അതിന്റെ ഘടനകൾ ഇരുന്ന് അജണ്ട ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളല്ല. നേരെ മറിച്ച് അവിടെയുള്ള SDPIയുടെ പ്രവർത്തകരായ അവർ പൊതുപ്രവർത്തകരാണ്, സാമൂഹ്യ പ്രവർത്തകരാണ്. അവരെ ഈ കുട്ടിയുടെ പിതാവ് സമീപിക്കുകയും ആ പ്രശ്നം ഒന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ സ്കൂളിൽ ചെന്ന് ആ വിവരം അന്വേഷിക്കുകയുമാണ് ഉണ്ടായത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അതിന്റെ വിവരങ്ങൾ അറിയാം. പാർട്ടി ഒരിക്കലും ഇതൊരു അജണ്ടയായി എടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഓക്കെ. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ കേട്ട ഒരു കാര്യം, അല്ല, SDPയുടെ സഹായം തേടി എന്നാണോ? ആ രക്ഷിതാവ് SDPയുടെ സഹായം തേടി, അങ്ങനെയാണോ? SDPIയുടെ പ്രവർത്തകർ ആ പരിസരത്ത് ജീവിക്കുന്നവരാണ്. ഈ പിതാവുമായിട്ട് നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവര് ആ നാട്ടിലെ പൊതുപ്രവർത്തകരാണ്. അവരെ നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ പൊതുപ്രവർത്തകരെ സമീപിക്കുക എന്നത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രവർത്തകരുമായി വിഷയം ഷെയർ ചെയ്യുകയും അവർ സ്കൂളിൽ പോവുകയും വളരെ കൃത്യമായിട്ട് ആ വിഷയം കൃത്യമായിട്ട് എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയുമാണ് അവർ ചെയ്തത്. അതല്ലാതെ SDPI അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു, SDPI അവിടെ ഒരു അജണ്ടയായി എടുത്തുകൊണ്ട് അവിടെ ചെന്നു എന്നൊക്കെ പറയും. പക്ഷേ അന്നത്തെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അന്നത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് SDPIയുടെ പ്രവർത്തകരല്ലേ? കുറച്ച് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് അത്ര സൗമ്യമായ ഒരു പെരുമാറ്റമായിരുന്നില്ല. അത് എന്താണ് വളരെ കൃത്യമായിട്ട് ദൃശ്യങ്ങളുടെ വീഡിയോ ക്ലിപ്സ് ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരിക്കൽ പോലും അവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ആദ്യ ദിവസം അവിടെ ചെല്ലുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പിതാവിനെയും ആ കുട്ടിയെയും അതിന്റെ മാതാവിനെയും അവർ വിളിച്ചിരുത്തി സംസാരിക്കാൻ, ഓഫീസിലേക്കൊന്ന് വിളിച്ചിരുത്തി സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. നേരെ മറിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു മാന്യത ഒരു വിദ്യാലയത്തിലേക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിവരം അന്വേഷിക്കാൻ കടന്നു വരുമ്പോൾ അവരെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാതെ. ഞാൻ പറഞ്ഞു വന്നത്,
ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾ ഒരുപാട് നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ സെന്റ് റീത്ത സ്കൂളിൽ ഇപ്പൊ നമ്മൾ കേട്ടറിഞ്ഞ കാര്യം. കാരണം DD ഈ വിഷയം അന്വേഷിക്കുന്നു, ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ് വരുന്നു, അതിന് ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ വരുന്നു. എന്നിട്ടും ഇതൊരു ഇഷ്യൂ ആക്കി വീണ്ടും വീണ്ടും ഒരു ചർച്ച. ഹൈക്കോടതിയുടെ പരാമർശം അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഹൈക്കോടതിയിൽ ഒരു പരാമർശവും വന്നിട്ടില്ല. ഹൈക്കോടതി അവരുടെ ഹർജി ഫയൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. സ്കൂളിന്റെ സർക്കാരിനോടാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല CBSE സ്കൂളുകളിൽ ഇടപെടുവാനായിട്ട് സർക്കാരിന് കഴിയില്ലല്ലോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അല്ലല്ല, DDയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത ആ ഇതിനെ DDയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു നിലപാടും വന്നിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ്. അവരുടെ ഹർജി, അതായത് ആ ഉത്തരവെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ ഹർജി നൽകിയത്. ആ ഹർജി ഫയൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൽ ഒരു ഉത്തരവും വന്നിട്ടില്ല, ഒരു ഓർഡറും അല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ DDയുടെ ഉത്തരവിനെ ഇത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ട്, നിങ്ങളുടെ ഈ ഉത്തരവ് ശരിയല്ല എന്ന് കോടതി ഒരിക്കലും അത് വാദം കേട്ടിട്ടേ കോടതിക്ക് പറയാൻ കഴിയുകയുള്ളൂ ശ്രീ സനൂപ്. അത് വാദം കേട്ടേ പറയാൻ പറ്റുള്ളൂ. നിലവിൽ അതിൽ ഒരു ഫർദർ ആക്ഷനും ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വാക്കാൽ കോടതി പറഞ്ഞതാണ്, ഒരു ഉത്തരവിന്റെ രൂപത്തിൽ വന്നിട്ടുമില്ല. അങ്ങനെയാണ്. ഫാദർ അതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഫാദർ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് സനൂപ് പറഞ്ഞതിൽ സനൂപ് പറഞ്ഞതിൽ താങ്കൾക്ക് എതിർക്കാം. ഫാദർ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് കോടതിയിൽ? ഇത് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാൻ സനൂപ്, അതുകൊണ്ടാണ്. അവിടെ ഇന്നലെ കോടതിയിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോഴ് ഇന്നലെ വൈകിട്ടുണ്ടായ മാധ്യമ പെരുപ്പിക്കലുകൾ വളരെ രസമായിട്ട് തോന്നി. അവിടെ എന്താണ് ഹൈക്കോർട്ടില് ജസ്റ്റിസ് VG അരുൺ പറഞ്ഞത്? വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു CBSE സ്കൂളിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ എങ്ങനെ കഴിയും? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് സർക്കാരിന്റെ അഭിഭാഷകന് ഉത്തരവുണ്ടായിരുന്നില്ല. അവിടെയാണ് വെള്ളിയാഴ്ച വരെ സമയം വേണമെന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി ഈ ജസ്റ്റിസ് പറയുകയാണ്, ഏതായാലും വരട്ടെ, നമുക്ക് കേൾക്കാം, ഇതിലൊരു കഥയില്ല എന്നറിയാമല്ലോ ഇപ്പോ. അപ്പോ അതിനു വേണ്ടി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ, വെറും ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്ന പരിപാടി ഞാൻ ചെയ്യുന്നില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, വെള്ളിയാഴ്ച വരട്ടെ. അപ്പോഴാണ് മാനേജ്മെന്റിന്റെ അഭിഭാഷക ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞത് എഴുതി തരിക, ഇതിനിടക്ക് എന്തെങ്കിലും ആക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? അപ്പോഴാണ് കോടതി പറയുന്നത്, ഇവിടെ കോടതി കണ്ണും കാതും ഒക്കെ തുറന്നാണ് ഇരിക്കുന്നത്, അങ്ങനെയുള്ളതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ നിയമം വെച്ച്. അപ്പൊ വളരെ വ്യക്തമായും നിലവിലുള്ള നിയമങ്ങളും നിലവിലുള്ള കോടതി വിധികളും വളരെ ക്ലിയർ ആയിരിക്കെ സമാനമായ, പ്രത്യേകിച്ച് 2018 ആ വിധിക്ക് സമാനമായ സാഹചര്യത്തിന് തനി സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്, ഇവിടെ ഒരൊറ്റ വിഷയമേ ഉള്ളൂ, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയം മാത്രമാണ്. സനൂപ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. SDPI അങ്ങനെയുള്ള ഇടപെടലൊന്നും നടത്തിയിട്ടില്ല. അത് മാത്രമല്ല, സ്കൂൾ അധികൃതർ ഇങ്ങോട്ടാണ് മോശമായിട്ട് പെരുമാറിയത് എന്ന്, വെയിലത്ത് നിർത്തിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ നേരത്തെ പ്രചരിച്ച ആ ദൃശ്യം എന്താണ് ഫാദർ? സനൂപ് പറഞ്ഞത് അതിനോട് ഇപ്പോ സനൂപ് പറയുന്നു SDPI ഒഫീഷ്യലായിട്ട് ഇടപെട്ടിട്ടില്ല എന്നാണ്. ഒരുപക്ഷെ SDPI കേരള നേതൃത്വം അതിനുവേണ്ടി ചിന്തിച്ചിട്ടില്ല എന്നാണ് ഒരുപക്ഷെ സനൂപ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു, രക്ഷിതാവ് SDPI. അപ്പോ SDPI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇതുപോലുള്ള നിലവിലുള്ള സമാധാനപരമായ സാഹചര്യങ്ങളെ, നിലവിലുള്ള സ്വച്ഛമായ വിദ്യാഭ്യാസ സംരംഭങ്ങളെ, പ്രവർത്തനങ്ങളെ പ്രശ്നത്തിലാക്കാനും അവിടെ പ്രതിസന്ധി സൃഷ്ടിക്കാനും വേണ്ടിയുള്ള പ്രസ്ഥാനമാണോ? അതിനുവേണ്ടിയാണോ ഈ രക്ഷിതാവ് ഈ SDPIയെ സമീപിച്ചത്? ഇവിടെ കേരളത്തിൽ ഓർക്കണം, നിയമസഭയിൽ വരെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി വരെ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട് SDPIയെ കുറിച്ച് എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോ അത്തരത്തിലുള്ള ഭീകരവാദത്തിന് കുപ്രസിദ്ധമായ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അടുത്ത്
ഈ രക്ഷിതാവ് ചെന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു. ഇതുവരെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞു ആ പാർട്ടിയുടെ അടുത്ത് രക്ഷിതാവ് ചെന്നു. അപ്പോൾ എത്രമാത്രം ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ മഞ്ജുഷേ, വളരെ വ്യക്തമായി മനസ്സിലാക്കാമല്ലോ. നോക്കണം. ശരി ശരി സനൂപ്, അതിനുള്ള മറുപടി ഇത് ആദ്യമായിട്ടാണ് SDPIക്കാർ പോലും ഇത് പറയുന്നത്. ശരി മഞ്ജുഷ്, അതായത് ഫാദർ ജോഷിയെ ഇതിന് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു പരാമർശം SDPI പോലെയുള്ള ഒരു ഭീകരവാദ പാർട്ടി സംഘടന എന്നൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചത്. ഞാൻ പറയുന്നത് SDPI ചെയ്തിരിക്കുന്ന ഭീകരവാദം എന്താണ് എന്ന് അദ്ദേഹം ഇവിടെ ഉന്നയിക്കണം. നിയമസഭയിൽ പോലും SDPI ഭീകരവാദം എന്ന് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടി, 1000-ൽ താഴെ ജനപ്രതിനിധികൾ ഇന്ത്യ രാജ്യത്തുള്ള ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. SDPIയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന പൊതുവിഷയങ്ങളിൽ ആളുകൾ SDPIയെ സമീപിക്കുകയും ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയും പ്രശ്നങ്ങൾ ആരായുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. SDPIക്ക് വേറെ പ്രത്യേകതകൾ നിങ്ങൾ കൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റൊന്നു കൂടിയുണ്ട്. അല്ലല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് ശ്രീ സനൂപ് ഈ വിഷയം. കാരണം NIAയുടെ അന്വേഷണം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായതാണ്. PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടന്നതാണ്. റെയ്ഡുകൾ ഉണ്ടായിട്ടുള്ളതാണ്. അല്ലല്ല, അതിലൊക്കെ NIAയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം SDPI എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കൂടിയുള്ളതാണ്. റെയ്ഡ് ഒന്നും താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഇവിടെ. നിങ്ങൾ നിഷ്കളങ്കമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ആ ഭയമുണ്ട്. അതാണ് ക്രൈസ്തവ സഭകൾക്കുമുള്ളത്. ഇതിനു മുൻപ് അവർ അത് പറഞ്ഞിട്ടുള്ളതാണ്, പേര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സഭകളുടെ കാസ അടക്കമുള്ള വർഗീയ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെ ഇടപെടലുകൾ ഈ സ്കൂളിൽ, സെൻട്രൽ സ്കൂളിൽ വളരെ കൃത്യമായിട്ട് കാസയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് കാസ എന്ന് പറയുന്നത്? എന്താണ് കാസ എന്ന് പറയുന്നത്? RSSന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. വളരെ കൃത്യമായിട്ട് ഖാസയെ RSS ഉൽപ്പാദിപ്പിച്ചു വിടുന്ന വിഷബീജങ്ങൾ പോലെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഖാസ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ SDPIക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവുണ്ട്. എന്താണത്? അതൊരു മതേതരത്വവും സൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം അവരെ പഠിപ്പിച്ചു വിടുകയാണ്. അല്ല, അവിടെ SDPIക്ക് എന്ത് കാര്യമാണ്? അല്ല, ആ സ്കൂളിൽ SDPIക്ക് എന്ത് കാര്യമാണുള്ളത്? SDPIക്ക് സ്കൂളിനകത്ത് കാര്യമുണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലല്ലോ. അല്ല, പിതാവ് വന്ന് SDPIയോട് പരാതി പറഞ്ഞു, അപ്പോൾ SDPI ഇടപെട്ടു എന്ന് താങ്കളാണ് പറയുന്നത്. SDPIയോട് പരാതി പറയുന്നത് പോലെ SDPIയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആ പിതാവിന്റെ സുഹൃത്തുക്കളാണ്, ആ പരിസരത്ത് ജീവിക്കുന്നവരാണ്. നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അവരോട് സഹായം തേടി, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു, അവരവിടെ വന്ന് വിഷയം തിരക്കി. താങ്ക് യു സനൂപേ. അത് സത്യത്തിൽ ഇന്ന് സനൂപ് വെളിപ്പെടുത്തിയ ഇക്കാര്യം ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. അതായത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് SDPIയെ ഈ രക്ഷിതാവ് ഉപയോഗപ്പെടുത്തി. അതാണ് പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. താങ്ക് യു. അല്ല, SDPIയുടെ ഇടപെടലിന് ശേഷമാണ് ഈ സ്കൂൾ പൂട്ടേണ്ടി വന്നത്. 2 ദിവസം പൂട്ടിയിടേണ്ടി വന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നടക്കുന്ന ശ്രമം എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ നടക്കുന്ന ചർച്ചകളിൽ SDPIക്ക് പ്രത്യേകിച്ച് എന്താണ് പ്രശ്നമൊന്നുമില്ല. അവരൊരു വെള്ളരിപ്രാവുകളുടെ ഒരു സംഘമാണ്, ഒരു കൂട്ടമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇതാണ് നടത്തുന്ന ഒരു കള്ളത്തരം എന്ന് പറയുന്നത്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കണം. ഞങ്ങൾ ഏതെങ്കിലും തീവ്രവാദത്തിൽ ഏർപ്പെടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജോസ് മാഷ കൈവിട്ട കേസ് മുതൽ ഇവിടെ മറ്റു പല ആളുകളെ പറ്റിക്കൊന്നത് മുതൽ ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ NIAയുടെ റിപ്പോർട്ടുകളുണ്ട്, പലപ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, മിഷൻ 2047 ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ് തന്നെ ഇദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു 100-300 തവണയെങ്കിലും. അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ശത്രുത, അത് ഇവിടുത്തെ RSS ഹിന്ദുത്വ ഭീകരവാദികൾക്കുണ്ട്, അവരിങ്ങനെ നമ്മളെ കൊല്ലാൻ വേണ്ടി വരികയാണ്, ഇതിങ്ങനെ പറഞ്ഞ് അവരെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്ന് നിങ്ങളുടെ ഈ ഡോക്യുമെന്റിൽ എഴുതിയിട്ടുണ്ട്. അത് ഒരു തവണയെങ്കിലും പോയി വായിക്കും മിസ്റ്റർ എന്താണ് സനൂപ്. അത് SDPIയുടെ നേതാവ് തന്നെ പറയുകയാണ് ആ പിതാവ് SDPIയുടെ സഹായം ചോദിച്ചുവെന്ന്. അപ്പോൾ സർക്കാർ ഇവിടെ ഇടപെട്ടത് ഏത് വിഷയത്തിലാണ്? SDPI ഇടപെട്ട് വഷളാക്കിയ വിഷയത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട്. അത് അല്ല, SDPI ഏത് നിലപാടാണോ എടുത്തത് ആ നിലപാടിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രി നിലപാട് പ്രഖ്യാപിച്ചതും. ജയരാജന് മറുപടി പറയേണ്ടതാണ്. ആരിഫ് പറഞ്ഞു തീർന്നു. മാത്രമല്ല, ഇവിടെ നമ്മളിപ്പോ വീണ്ടും ഈ സംസാരത്തിൽ കാണുന്ന കാര്യം എന്താണ്? ഇവിടെ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്നേ. ഇതെന്താണ് ആരും പറയാത്തത്?
ഇത് ക്രിസ്ത്യാനികൾക്കും ഇല്ലേ? ക്രിസ്ത്യാനികളല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ മൈനോറിറ്റി? അതിനെക്കുറിച്ച് എന്താ ഇവിടെ ആരും പറയാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൈനോറിറ്റി റൈറ്റ്സിനോടൊപ്പമാണ്, ന്യൂനപക്ഷ സംരക്ഷണമാണ് നിങ്ങൾ അജണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കുതിര കയറുന്നത് ഈ മൈനോറിറ്റിയുടെ തലമണ്ടയ്ക്കല്ലേ? അതെന്താണ് ആരും ചർച്ച ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്ത് തരം ജനാധിപത്യമാണ് ഇത്? നിങ്ങൾ ഏത് മൈനോറിറ്റി സംരക്ഷണത്തെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? അവിടെ പൂർണ്ണ സംരക്ഷണം ഒരുക്കേണ്ട ഒരു ബാധ്യത പൊതുസമൂഹത്തിനുണ്ട്. അവിടെ നിങ്ങൾ ഇപ്പൊ ഈ ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഫിനോമിനെ അതിനെ നിങ്ങൾ ഒരു മറയാക്കി പിടിച്ച് അത് ഇവിടെ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറ്റുമ്പോൾ നിങ്ങൾ തകർക്കുന്നത് സെക്യുലറിസത്തെയാണ്. അവിടെ നടക്കുന്ന ആ പഠനം, ആ അധ്യാപനത്തിൽ 100-100ഓളം മുസ്ലിം കുട്ടികൾ ആ യൂണിഫോം പാലിച്ചുകൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതെന്താ നിങ്ങൾ മാനിക്കാത്തത്? ആ കുട്ടികൾ എടുത്ത നിലപാടിന് നിങ്ങൾ എന്താ അപ്രീഷിയേറ്റ് ചെയ്യാത്തത്? അപ്പോൾ നിങ്ങൾക്ക് കാര്യമായ തകരാറുണ്ടെന്ന് പറയേണ്ടി വരുന്നത് അവിടെയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് മറ്റൊരു പോസ്റ്റും കൂടി ഇവിടെ ശ്രദ്ധയപ്പെട്ടിരുന്നു. ഇതേപോലെ ഹിജാബ് വിഷയം എവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കറങ്ങി നടപ്പുണ്ട് സുപ്രഭാതം പത്രത്തിന്റെ പേരിൽ. ഇതെന്താ ഇതിന്ന് കാണുന്നത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഇവിടെ വളരെ വ്യക്തമാണ്. ഞാനിത് പറയുന്നത് ഈ ഇട്ടാവട്ടം കേരളത്തിലെ കാര്യം വെച്ചിട്ടല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, അതായത് ഇതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഹിജാബ് ആക്ടിവിസം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആ സാധനത്തിൽ പോയി തലവെച്ച് കൊടുക്കുന്ന യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് ഇവിടെയുള്ള ഇടതുപക്ഷം. ശരി, അത് മണ്ടത്തരമായി പോയല്ലോ ഡോക്ടർ ബി ജയരാജ്. SDPIയുടെ കെണിയിൽ നിങ്ങൾ വീഴുകയായിരുന്നു. മന്ത്രി അതേ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തത്. ജയരാജ് എനിക്ക് പറയാനുള്ളതാണ് മഞ്ജുഷ്. അതിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് SDPIയുടെ ഇടപെടൽ അതേപോലെ തന്നെയാണ് കാസയുടെ ഇടപെടലും. ഇതെന്തായാലും സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ ചെറിയൊരു നിസ്സാരമായി തീർക്കാവുന്ന ഒരു വിഷയം ഇത്രയധികം ഇൻഫ്ലേറ്റ് ചെയ്ത് വലുതാക്കി ആളുകളുടെ ഇടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ആരും പിന്നോക്കമല്ല. ഇതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അത് കാസയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്, മറ്റ് മതസംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വളരെ പരമപ്രധാനമായ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ്. ആ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അതിനി ആ സ്കൂളിൽ പോകുന്നില്ല. അത് പേടിച്ച് വിറച്ച് പനി പിടിച്ച് വീട്ടിനകത്ത് കിടക്കുകയാണ്. അവിടെയാണ് വിദ്യാഭ്യാസം പറയുന്നത്. ഏത് സ്കൂളില് അത് അങ്ങനെ പറയത്തോളല്ലോ. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ കുട്ടിയുടെ വാപ്പയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാര്യം കുട്ടിയെ ആ വിഷയം തീർന്നതായിരുന്നു ഡോക്ടർ ബി ജയരാജ്. ആ വിഷയം രണ്ടാമത്തെ ദിവസം തീർന്നതായിരുന്നു. ഇടയ്ക്ക് ഡോക്ടർ ബി ജയരാജ്, ആ വിഷയം രണ്ടാമത്തെ ദിവസം തീർന്നതായിരുന്നു ഡോക്ടർ ബി ജയരാജ്. അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. ഡോക്ടർ ബി ജയരാജ് അവിടെ കുത്തിപ്പൊക്കിയത് മന്ത്രിയാണ്. മന്ത്രിയൊന്നും കുട്ടിപ്പൊക്കെയൊന്നും അല്ല. ഇതിനകത്ത് ഹൈബി വീടനും മറ്റാളുകളും ചെന്ന് അവരെ ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയിപ്പിച്ചതാണ്. ഇയാളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ മഞ്ജുഷ, അയാളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറ. ഡോക്ടർ ബി ജയരാജ് അവിടെ ഹൈബിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഹൈബിക്ക് മനസ്സിലായി അവിടെ അവിടെ ഇടപെടൽ. പക്ഷേ ഹൈബി SDPIയുടെ പേര് പറഞ്ഞില്ല. അത് മറ്റൊരു കാര്യം. ആരിഫ് ഹുസൈൻ എന്തിനാണ് ഞാൻ പറയുമ്പോ കയറി ഇടപെടുന്നത്? നിങ്ങൾ മര്യാദയില്ലാത്ത ഇത്ര മര്യാദ കെട്ട വിവരം കെട്ട ഒരു വർഗീയവാദിയെ മഞ്ജുഷേ പോയിന്റ് പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. താനാദ്യം വായടക്കേ, കളിക്കുന്നത് കുറച്ചുകൂടെ മര്യാദക്കൊക്കെ സംസാരിക്കേ. ഒരാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാള് പറയാനാണോ പോയിന്റ് പറയാൻ ഞാനിരിക്കുന്നത്? ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് ഞാൻ പറയും. താങ്കൾ മിണ്ടായിരിക്കട്ടെ. ആദ്യമേ എനിക്ക് സംസാരിക്കാൻ നടക്കില്ല പൊന്നു ജയരാജ. ഇത് പാർട്ടി ക്ലാസ് അല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന മണ്ടത്തിൽ ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് വരട്ടൊക്കെ മതി. ഓക്കെ, അതൊന്നും ഇവിടെ ഇറക്കണ്ട. ഓക്കെ, മേടിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാരം ഞാൻ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്റെ ഇഷ്ടം. എനിക്ക് പറയാനുള്ള കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കേ. നിങ്ങൾ പറയുന്നതിൽ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ മന്ത്രി അവിടെ ന്യൂനപക്ഷത്തെ ഇതുപോലെ എന്താണ് ബസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചെയ്തു. അതാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ മന്ത്രി അവിടെ തിരസ്കരിച്ചു? എന്താ നിങ്ങളുടെ മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ കുന്ത്രാണ്ടം കളഞ്ഞോ? എന്താ ഉണ്ടായത്? മഞ്ജുഷ ഇവന് ബ്യൂട്ടി ചോദ്യമാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അല്ല മൈനോറിറ്റി പ്രൊട്ടക്ഷൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളതാണ്. അതുകൂടി ചേർത്ത് പറഞ്ഞോളൂ ജയരാജ്. മറുപടി പറഞ്ഞോളൂ. ആരിഫ് ജയരാജ് മറുപടി പറയട്ടെ. ജയരാജ് പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ.
അപ്പോൾ ഇതിനകത്ത് ഹൈബീഡനൊക്കെ ആളുകൾ ചെന്നിട്ട് അവരെ വിരട്ടി, ആ പാരന്റ്സിനെ വിരട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ആദ്യമേ ഒരു തീരുമാനം എടുത്തത്. പിന്നീട് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ ബോധവാന്മാരായപ്പോഴാണ് അവർ DDയെ സമീപിച്ചത്, വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി അടുത്തുനിന്ന് DD നിന്ന് അനുകൂലമായ നിലപാടുണ്ടായപ്പോഴാണ് അവർ സ്ട്രോങ് ആയിട്ട് നിന്നത്. ഈ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോടാണ് ഇങ്ങനെ ചെയ്തത്. അതിനെ വേർതിരിച്ച് നിർത്തുക, അതിനെ ചീത്ത വിളിക്കുക, അതിനെ ഒറ്റപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ, ഈ ഒരു സ്വകാര്യ സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ ഇറക്കി വിട്ടു, ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിലാണ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അതിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച്, അതിന് ഒരു ശിരവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അതിന് സോഷ്യൽ ഓസ്ട്രൈസിസം എന്ന് പറയും, ഊരുവിലൊക്കെ കൊടുക്കുന്ന കണക്കല്ലേ കൊടുത്തിരിക്കുന്നത്. ഇത് മര്യാദകേടല്ലേ? ഒരു വിഭാഗത്തിന്റെ സംരക്ഷിക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ മതം സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ്? എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ഈ നാട്ടിൽ ആളുകൾ ഇറങ്ങി വരിക. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഗവൺമെന്റ് എടുത്തത്. ആ കുട്ടിക്ക് ഏത് സ്കൂളിലാണ് പഠിക്കാൻ ആഗ്രഹം, അതിനുള്ള മുഴുവൻ സൗകര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു കൊടുക്കും എന്ന് സർക്കാർ സ്കൂളിലേക്ക് അതിന് സ്വാഗതമാണ്. ഇനിയല്ല വേറെ ഏതെങ്കിലും സ്കൂളുകളിൽ ആ കുട്ടിയെ അംഗീകരിക്കാമെങ്കിൽ ആ സ്കൂളിൽ പോയി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ എല്ലാ സർക്കാർ സ്കൂളുകളിലും അത് അടിച്ചേൽപ്പിക്കാതിരുന്നത്? ഇത് തന്നെയായിരുന്നു വിഷയം. എല്ലാ സ്കൂളിലും ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പാൻസ് ഇടുന്നത് ഇഷ്ടമല്ല, പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് പാൻസ് ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു മര്യാദ, ജനാധിപത്യ മര്യാദ അനുസരിച്ച് PTI തീരുമാനിച്ചാൽ മതി എന്ന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്ത തീരുമാനമാണ്. എന്നിട്ട് വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് അത് നടപ്പിലാക്കിയത്. ബാക്കി വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് കൺസർവേറ്റീവ്സ് ഉണ്ട്, ഒന്ന് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ സമൂഹം എന്ന് പറയുന്നത് കൺസർവേറ്റീവ്സിനെയും പ്രോഗ്രസീവിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഇവരെ എല്ലാം ഒരുമിച്ച് കേറ്റർ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടുന്നത്. എടുക്കുവാനേ കഴിയുകയുള്ളൂ. എല്ലാവരെയും ഉൾക്കൊണ്ട് പോകണം, വേർതിരിവ് പാടില്ല. ആ ഒരു നിലപാടിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടല്ലേ എടുത്തത്? വിദ്യാഭ്യാസ മന്ത്രി ആ നിലപാടാണോ എടുത്തത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അകാരണമായി, അനാവശ്യമായി, നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ദിവസങ്ങളിൽ ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കടന്നു പോകുന്ന മാനസിക സംഘർഷം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കുട്ടിയുടെ പിതാവ് ഈ നേരത്തെ പറഞ്ഞ സനൂപ് പറഞ്ഞ ആ ഭീകര പാർട്ടിയുമായി അവിടെ വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു കാര്യവുമില്ലാതെ കാരണം നിലവിൽ അവരുടെ സ്കൂൾ ഡയറിയിൽ നേരത്തെ തന്നെ 30 to 33 കുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ച് കൃത്യം പറഞ്ഞിരിക്കുക. അവിടെ പെൺകുട്ടികൾ മുടി രണ്ടായി പിന്നിട്ട് പോണിറ്റെയിലായിട്ട് കെട്ടിവയ്ക്കണം. ഇങ്ങനെ കൃത്യം കാര്യങ്ങള് അവരുടെ സ്കൂൾ ഡയറിയിലുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചും ഇതൊക്കെ ചെയ്യാമെന്ന് ഏറ്റു പറഞ്ഞോട്ടൊക്കെയാണ് ഇവർ കയറി വരുന്നേ. ഇനി അവിടെ ഓൾറെഡി 51ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 51ഓളം പെൺകുട്ടികൾ പഠിക്കുന്നില്ലേ? അവർക്കാർക്കും ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നം ഈ ഒക്ടോബർ 7-ാം തീയതി ഈ പറഞ്ഞ ഭീകരവാദികളുടെ അകമ്പടിയോടെ അപ്പൻ കയറി വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ എന്താ, വെയിലത്ത് നിർത്തിയെന്ന്. ഇവര് ബഹളം കാണിച്ച് വെയിലത്ത് നിർത്തുന്ന വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അവര് വന്ന് ആക്രോശിച്ച് ബഹളം കാണിക്കുന്ന വീഡിയോ. അത് മാത്രമല്ല, പോലീസിന്റെ കയ്യിൽ ഇവരെ ഇരച്ചു കയറി വന്ന ഈ ഭീകരവാദികൾ ഇരച്ചു കയറി വന്നതിന്റെ ഫുട്ടേജല്ല, അവരാണ് വീഡിയോ എടുത്തത്. ആ വീഡിയോയും പോലീസിന്റെ കയ്യിലുണ്ട്. അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥ അവിടെ സൃഷ്ടിച്ച് 2 ദിവസത്തേക്ക് അത് പൂട്ടിയിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ഇങ്ങനെ അതുപോലെ DEOയുടെ ഓഫീസിൽ നിന്ന് അത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും. എന്ത് കാര്യം? നിലവിൽ 2018 സമാനമായ ഒരു സാഹചര്യത്തിൽ വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മീതെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അവകാശങ്ങളെന്ന് കൃത്യമായ വിധി ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ടൊരു നിലപാടെടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞില്ല? കേരള സർക്കാർ മത തീവ്രവാദികളോട് ചേർന്ന കാഴ്ചയാണിപ്പോൾ കണ്ടത്. എന്നിട്ട് ആ പാവം സിസ്റ്റേഴ്സിനെ അവരെന്തു തെറ്റ് ചെയ്തു? 30 വർഷമായി നിലവിലുള്ള
ആ യൂണിഫോം ഇങ്ങനെ വേണമെന്ന് അവര് ഇപ്പോൾ നിഷ്കർഷിക്കുന്നു. അതിൽ എന്ത് തെറ്റാണുള്ളത്? അവർക്കതിനുള്ള അവകാശമില്ലേ? ഇദ്ദേഹമൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടാൽ എന്തുമാത്രം പക്ഷപാതപരമായിട്ടാണ് ഈ പെരുമാറുന്നത്, സംസാരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചിന്തിക്കൂ. ഒരു രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള തീവ്രവാദികൾക്ക് സ്വയം അടിയറവ് വെച്ചാലേ രാഷ്ട്രം മുന്നോട്ട് പോകൂ എന്നാണ് ഇപ്പൊ താങ്കൾ ഫാദർ, പറഞ്ഞത്. ഇക്കാര്യത്തിൽ ഭീകരവാദ ബന്ധം ഇക്കാര്യത്തിലുണ്ട്. അതാണല്ലോ താങ്കൾ ആവർത്തിച്ച് ഭീകരവാദി എന്ന് പറയുന്നത്. അത്തരം വളരെ ബന്ധം clear, ഒരു ക്രൈസ്തവ സംശയമില്ല. സ്ഥാപനങ്ങൾ സംശയിക്കുന്നു എന്നുള്ളതാണല്ലോ. അതായത് അതാണ് ഒരു ഇവരൊക്കെ പറയുന്നത് സംശയമില്ല. ഇസ്ലാമോഫോബിയാണെന്ന്. ഈ ഭീകരവാദികൾ ഇപ്പൊ സനൂപ് പറഞ്ഞതോടെ എനിക്ക് കാര്യം ക്ലിയറായി. ഞാനിത് ഈ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് സനൂപ് കൃത്യമായിട്ട് പറഞ്ഞു, ആ പിതാവ് ഈ ഭീകരവാദികളായ ലോക്കൽ SDPIയെ സമീപിച്ചു. പക്ഷെ ഓർക്കണം മഞ്ജുഷേ, ഈ പിതാവിന്റെ കൂടെ ആദ്യം വന്നത് 10-ാം തീയതി ആദ്യം വന്നത് ലോക്കൽ SDPI ആയിരുന്നില്ല. ലോക്കൽ SDPI ആയിരുന്നില്ല. അവിടെ പറഞ്ഞതാരാ? അവിടെ പറഞ്ഞത് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള എന്റെ സമയമാണ് തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള SDPI നേതാവെന്നാണ് സ്വയം അയാൾ വെളിപ്പെടുത്തിയത്. അപ്പൊ അയാൾ എങ്ങനെ ലോക്കലാകും? അപ്പൊ അതിന്റെ അർത്ഥം ഇവരിപ്പൊ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അഷ്റഫ് മൗലവി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, പത്രത്തിൽ വായിച്ചു. SDPIക്കാര് അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ നോക്കൂ, തൃപ്പൂണിത്തുറ SDPIയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ അവിടെ കയറി വന്നു, പള്ളുരുത്തി നിന്നുള്ളവരെ കയറി വന്നു. ഭീകരവാദികളല്ലേ? നോക്കൂ, ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ ആരാ? ഭയം ഉളവാക്കുന്നവർ, ഭീതി ഉണ്ടാക്കുന്നവരാണ് ഭീകരവാദികൾ. വർഗീയവാദികൾ ആരാണ്? ഒരു വർഗത്തിനു വേണ്ടി മറ്റുള്ള വർഗത്തിന്റെ എല്ലാ അവകാശങ്ങളും പിടിച്ചെടുക്കുന്നതിന് വാദിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തങ്ങൾക്ക് മാത്രം എല്ലാം എന്ന് വാദിക്കുന്ന ഒരു വർഗീയവാദികൾ. അപ്പോൾ മിതവാദികൾ ഇന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വന്നു, മിതവാദി പുറത്തു വന്നു, മിതവാദി പുറത്തു വന്നു, വർഗീയവാദികൾ അതിന്റെ ഇടയ്ക്കുണ്ട്, ഭീകരവാദികളുണ്ട്. ഇതാണ് വിഷയം. സർക്കാർ ഇവരെല്ലാം പൊതിഞ്ഞു പിടിക്കുന്നു. ശരി, സനൂപ് മറുപടി പറഞ്ഞോളൂ. അത് തന്നെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നതും. ഞാൻ പറഞ്ഞു വന്നത് നിലവിലത്തെ ഇദ്ദേഹം പറഞ്ഞു 2018 കോടതി വിധിയെ കുറിച്ച് 2024 ഓഗസ്റ്റിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. NG ആചാര്യ മറാഠ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജീവ് കുമാറുമാണ് വിധി പുറപ്പെടുവിച്ചത്. ഹിജാബ് ഇട്ട് പോവാൻ അവരുടെ താല്പര്യം അനുവദിക്കേണ്ടതുണ്ട് എന്നും തിലകവും ബന്ദിയും ഇട്ട് വരുന്ന കുട്ടികളെ നിങ്ങൾ തടയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വിധി പുറപ്പെടുവിച്ചത്. ഭിന്ന വിധിയായിരുന്നു. അതിപ്പോൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലുമാണ്. ഭീകരവാദികളാണ് എന്ന് ഫാദർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് ഫാദർ ഭീകരവാദമാക്കി ചിത്രീകരിക്കുന്നത്? ഒരു സ്കൂളിലെ ഒരു കുട്ടിയുടെ മൗലിക അധ്യാപക സമൂഹം അവർ തലയിൽ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ആ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അവർക്കില്ലാത്ത ഭയപ്പാടാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മഫ്ത ധരിച്ചെത്തുമ്പോൾ ആ കുട്ടിയെ കാണുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന ദുർവ്യാഖ്യാനമാണ്. അവിടുത്തെ ഏതെങ്കിലും ഒരു സിസ്റ്ററോ ഏതെങ്കിലും അധ്യാപികയോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. കുട്ടിയെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാകുന്നു എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല. സനൂപ് അത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം മാത്രമാണ്. അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. കാരണം കുട്ടിയെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഫാദർ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. ഈ പറയുന്ന കാര്യത്തില് മഞ്ജുഷേ, ഈ പറയുന്ന കാര്യത്തില് ഒത്തിരി താങ്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടന്നുകൊണ്ടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് ഇത്തരം കാര്യം പറയുന്ന കുട്ടിക്ക് TC എടുത്ത് വെച്ചിരിക്കുന്നു. മാസങ്ങളായി ഞാൻ ഈ വിഷയം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, എനിക്ക് യാതൊരു നീതിയും അവിടുന്ന് ലഭിക്കുന്നില്ല, നിങ്ങളൊന്ന് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പ്രവർത്തകൻ, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നയാളാണ്. ആളുകൾ പരാതിയുമായി വരുമ്പോൾ ആ
പരാതിയിൽ ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. അങ്ങനെയുള്ള ഒരാളെ സമീപിക്കുകയും അദ്ദേഹം ആ സ്കൂളിൽ വളരെ മാന്യമായി ചെല്ലുകയും വളരെ കൃത്യമായിട്ട് ആ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അടക്കമുള്ളവരോട് സംസാരിക്കുകയും ചെയ്തപ്പോ അവരാണ് സംസാരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തെ NIA ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ വലിച്ചഴക്കപ്പെടുമ്പോ ഞങ്ങൾക്കൊന്നും പറയാനുള്ളത്, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സ്കൂളിലെയും നിയമാവലിക്ക് മുകളിലല്ല, എല്ലാത്തിനും മുകളിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ 30 വച്ചാണ് ഇവർ ചെയ്യുന്നത്. സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല അങ്ങനെയൊന്നും അല്ല സനൂപ്, സനൂപൊന്നും അല്ല താങ്കൾ അല്ല. എനിക്ക് ഒരു സംശയമുള്ള അല്ലല്ല സനൂപ് നിർത്തൂ, ഒരു സംശയമുള്ളത് അല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അല്ലല്ല അത് ഒഴിവാക്കണം. സനൂപ് നിർത്തൂ. അങ്ങനെയല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ കുറെ നേരമായി. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടി ഹിജാബ് ഇട്ട് വന്നതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഭയമുണ്ടായി എന്ന രീതിയിൽ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാദർ ജോഷി പയ്യാറ്റിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമല്ലേ? അല്ലല്ല സനൂപ്, മറ്റുള്ളവരും പറയട്ടെ. അല്ല, ഇതാണ് നിങ്ങൾ വിളിക്കാത്തത്. ജോഷി, ഫാദർ ജോഷി, ഒരുപാട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ഒരു സ്കൂളാണ്. സനൂപ് നിർത്തൂ. താങ്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയല്ലേ. അത് റേഡിയോ ആണ്. സ്കൂൾ ബസ്സിനാണ് വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ടുപോകുന്നത്. ആ സ്കൂളിൽ കുട്ടികൾ മഫ്ത ധരിക്കുന്നുണ്ട്. ആ സ്കൂളിൽ കുട്ടികൾ ആൺകുട്ടികൾ ഇവര് ഇടിച്ചു കയറി വന്ന് വലിയ കുട്ടികളെല്ലാവരും ഭയപ്പെട്ടു. സനൂപിനെ കേൾക്കുന്നില്ലേ? സനൂപ് നിർത്തൂ. വാതിലൊക്കെ അവർക്ക് അടച്ചിടേണ്ടി വന്നു. അങ്ങനെ ആ വാതിലും ജനലും അടച്ചിട്ടിട്ട് സനൂപ് നിർത്തൂ. ശരിയല്ല കേട്ടോ, ഇങ്ങനെ ചർച്ച അല്ല, മറ്റുള്ളവർ സംസാരിക്കാൻ അനുവദിക്കാത്തത് ശരിയല്ല. സനൂപ്, താങ്കൾ കേൾക്കുന്നുണ്ട് കൃത്യമായിട്ട്, താങ്കൾ മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഫാദർ സനൂപ് പറഞ്ഞത് അതെനിക്കത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നായിട്ടാണ് തോന്നിയത് കേട്ടോ. ആ കുട്ടി ഹിജാബ് ഇട്ട് വന്നതുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ഭയപ്പാടുണ്ടായി എന്ന രീതിയിൽ പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും പ്രിൻസിപ്പൽ മാത്രമല്ല, അവിടുത്തെ ഓരോ അധ്യാപകരും ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടുന്ന് വന്നിട്ടില്ല. പച്ചക്കള്ളം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇവര് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ തെളിവ് പുറത്തുവിടൂ. മറിച്ച് അവര് പറഞ്ഞു ഏത് കാര്യത്തിലാണ്, ഇവരെ ഇടിച്ചു കയറി ചെന്നപ്പോൾ അവിടെ ക്ലാസ് നടക്കുകയായിരുന്നു. ആ നേരത്ത് അവര് ജനലും വാതിലൊക്കെ പൂട്ടിയിട്ട് ക്ലാസ് നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതാണ് ഭയത്തിന്റെ അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഹിജാബ് ഇടണമെന്ന് പറഞ്ഞിട്ട്, ഇടിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ തകർത്ത് പൊളിച്ച് ഏതാണ്ട് വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ ഉണ്ടാക്കി, കുട്ടികളൊക്കെ പേടിപ്പിച്ച്, അധ്യാപകരെ പേടിപ്പിച്ച്, ജനലും വാതിലൊക്കെ അടച്ച്, പിന്നെ 2 ദിവസത്തേക്ക് ആ സ്കൂള് അടച്ചിടേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കി. അതാണ് ഭീകരത എന്ന് പറയുന്നു. ശരി ആരിഫ്, എനിക്കിപ്പോൾ തോന്നിയത് SDP ആണ് അവിടെ ഈ പ്രശ്നം വഷളാക്കിയത് എന്നാണ്. ആരിഫ്, SDP ആണ് ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത്. SDP തന്നെയാണ് ഇത് വഷളാക്കിയത്. SDP-യോടുള്ള പേടിയാണ് ഇന്നത്തെ നിലവിലെ ഗവൺമെന്റിന് ഇതിനകത്തൊരു തീരുമാനം പോലും എടുക്കാൻ പോലും അവസരം കൊടുക്കാത്തത്. ഇനി ഒരു കാര്യം കൂടി, ഞാൻ കൈ പൊക്കിയത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി, എന്റെ പൊന്ന സനൂപ് ഞാൻ പറയട്ടെ, എന്റെ സമയമാണ്, ഒന്നും മിണ്ടാണ്ടിരിക്കും. ഓക്കെ, ഇതിൽ പറയാനുള്ളത് അതത്രേ ഉള്ളൂ. അതായത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് അവരിങ്ങനെ ആ കുട്ടിയുടെ പാരന്റ്സ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നു. ഇവിടെ എന്താ പോലീസ് സ്റ്റേഷൻ ഒന്നുമില്ലേ? നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വിളിക്കാനും പറയാനും, ഇവിടെ നിയമങ്ങൾ കൈകാര്യം ചെയ്യാനും ഇവിടെ ഒരു പോലീസ് സംവിധാനം ഉണ്ടല്ലോ, അവരല്ലേ വിളിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതല്ലേ ചെയ്യല്? അതിന് പകരം ഇത് ഈ പറയുന്ന നിയമപാലനം, ഇത്തരം കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു ചുമതല അതെപ്പോഴാണ് SDP-ക്ക് മാത്രമായിട്ട്? ഇത് മുന്നേ നമ്മൾ കണ്ടു, ഇവിടെ ഒരു ചർച്ച നടന്നതാണ്. ഈ കണ്ണൂർ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയെ തല്ലിക്കൊന്നത് അന്നും SDP-ക്കാരാണ്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പോയി, ഞങ്ങൾ ഔദ്യോഗികമായിട്ടൊന്നും ഇടപെട്ടിട്ടില്ല എന്ന്. ഇതന്നെ നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിപ്പ് ഈ സാധനമാണെന്നുള്ളത് ഇവിടെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ഒന്നും വെളുപ്പിക്കാനുള്ള അവസരമായിട്ട് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിവെച്ചോളൂ. ഇവരായിട്ട് പറയുന്നു ഇതിൽ നിങ്ങളുടെ ഇടപെടൽ, ഇത് സത്യത്തിൽ ഈ പറയുന്ന വിഷയം ഉണ്ടാക്കുക മാത്രമല്ല, ഇതിൽ കുളം കലക്കി മീൻ പിടിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് മന്ത്രിയും തലകുത്തി വീണിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടുത്തെ ഇടതുപക്ഷം ഇതിനകത്ത് ഒരു യൂസ്ഫുൾ ഇഡിയറ്റ്സിന്റെ നിലപാടിലേക്ക് മാറുന്നു എന്നത് കാണുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട് എന്ന് എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഹിജാബ് വിവാദം ലീഗ് നിലപാട് UDF-നെ പ്രതിരോധത്തിലാക്കിയെന്ന് 69% പ്രേക്ഷകർ, ഇല്ല എന്ന് 27%. വണ്ടി പറ്റി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.